മുഫി, ഇതിൻ്റെ വാതിലിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇത് ശരിക്കും നമ്മളെ ഉത്തര കൊറിയയായിട്ട് വലിയ ദൂരത്തിൻ്റെ വ്യത്യാസങ്ങളില്ല. ഇവിടെ ഹെവി സെക്യൂരിറ്റി കേട്ടോ, ഹെവി സെക്യൂരിറ്റിയാണ്. പോലീസ് ബസ്സുകളൊക്കെ വേണ്ടങ്ങൾ. ഇവിടെ പ്രസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. 15 സ്റ്റോപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ 35-40 ഒക്കെ ഉള്ള സമയമുണ്ട്. ഇതേ സിസ്റ്റത്തിലാട്ടോ നമ്മളെ ചൈനയിലെ ടിയാൻമെൻ സ്ക്വയർ. പിന്നെ ബ്ലൂ ഹൗസ് എന്നറിയപ്പെടുന്നത് ഇതിന്റെ മേൽക്കൂര നീല കളറിൽ ഉണ്ടാക്കിയതിന്റെ പേരിലിട്ട ഒരു ബ്ലൂ ഹൗസ് എന്ന പേരാണ്. ഇതാണ് ബ്ലൂ ഹൗസ്. ഹായ്, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ മുഫി? ഇന്ന് എന്തൊക്കെയാ നമ്മളെ പരിപാടികൾ? സിറ്റി ടൂറ് അല്ലെങ്കിൽ DMS ടൂർ ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോർത്ത് കൊറിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൂറാണത്. അറിയാലോ, ലോകത്തിൽ ഇന്ന് വരെ ആൾക്കാർക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതിപ്പോഴും പോകാൻ പറ്റുമെന്നില്ല, പക്ഷേ ഒരു ടൂർ പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിയതാണ്. സിറ്റി ടൂറാണ് മനസ്സിൽ പ്ലാനിങ്. ഇനി അവിടെ എത്തിയിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. തണുപ്പൊക്കെ ലേശം കുറവുണ്ട്, വലിയ തണുപ്പൊന്നുമില്ല, കറക്റ്റ് തണുപ്പാണ്. അപ്പം നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക് സിറ്റി ടൂർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും അടിപൊളി കാഴ്ചകളായിരിക്കും, ഉഷാറായിരിക്കും. അപ്പം നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സൗത്ത് കൊറിയയിൽ നിന്ന്, സിയോളിൽ നിന്ന് സ്വാഗതം. ഇവിടെ വീക്കെൻഡിൽ ലാസ്റ്റ് വീക്കെൻഡ് ആകുന്ന സമയത്ത് വെള്ളി, ശനി, ഞായർ 3 ദിവസം ഭയങ്കര റേറ്റ് കൂടും, നേരെ ഡബിളൊക്കെ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ദിവസമാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എങ്ങോട്ടെങ്കിലും പോകാനോ എന്തെങ്കിലും അങ്ങനത്തെ ടൂറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം നിങ്ങളും ഇവിടെ എടുക്കുന്ന സമയത്ത് ഒന്നിച്ചെടുക്കണ്ട. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് കുറച്ച് മുമ്പേ ഓരോട് പറയണം. അപ്പോഴേ അവർക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരുള്ളൂ. പൊതുവേ കൊറിയക്കാർ ഇഷ്യൂ ഇല്ല കേട്ടോ, ചൈനക്കാരെ പോലെയൊന്നുമല്ല. ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ള് കോപ്പറേറ്റ് ആട്ടോ. എന്ത് കാര്യത്തിനും നമ്മൾ പറയുമ്പോൾ അവർക്ക് ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉണ്ടാവും എന്നല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും അവർക്കില്ല. അപ്പം നമ്മൾ മെട്രോയിലാണ് കേട്ടോ പോകുന്നത്. മെട്രോ കണ്ടില്ല ഞങ്ങൾ? ഒരു 40-50 വർഷം മുന്നത്തെ സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കാണുന്നത്. ഇല്ലെങ്കിലൊക്കെ എസ്കലേറ്റർ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ നല്ല വൃത്തി തന്നെയാണ്. 40-50 കൊല്ലം കഴിഞ്ഞ ഒരു മെട്രോ സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെ ട്രെയിൻ വരുന്നുണ്ട്. ഇവിടുത്തെ മെട്രോ നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ കേട്ടോ, ജപ്പാനിലൊക്കെ. ഇതാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്ന സിറ്റി ടൂറിൻ്റെ ബസ് കേട്ടോ. ഈ ബസ്സിലാണ് നമ്മളൊന്ന് കയറുന്നത്. ഇതിൽ കയറുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും മിസ്സാവില്ല. ഒറ്റ റൗണ്ടപ്പിൽ നമുക്ക് അതങ്ങ് തീർന്നു കിട്ടും. മറ്റേത് നമ്മളെ സമയങ്ങൾ കുറേ നഷ്ടപ്പെടുത്തും. ചിലപ്പോൾ നമ്മളല്ലാതെ പോകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ ബെറ്റർ അതായിരിക്കും. ഞാൻ എല്ലാ ട്രിപ്പിലും പറയുന്നതാണ്, മെയിൻ സിറ്റികളിലൊക്കെ പോയാൽ സിറ്റി ടൂർ എടുക്കാൻ. അപ്പോൾ നമ്മൾ സിയോൾ സിറ്റി ടൂർ ബസ് ഒന്ന് എടുക്കുകയാണ്, ഗുണമായാലും ദോഷമായാലും. പക്ഷെ ദോഷമൊന്നും ആവില്ലാറില്ല, പൊതുവേ ഇത് അടിപൊളിയാണ് ഉണ്ടാവാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിയോൾ സിറ്റി ടൂറിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റി ടൂറിലേക്ക് പോകില്ലേ? എന്തൊക്കെ ഒരു ഉഷാറില്ലാത്ത നോമ്പായിട്ട് ഉഷാറൊന്നുമില്ല. എനിക്ക് നോമ്പായാലും ഉഷാറുണ്ടാകും. അപ്പോൾ നമ്മളെ ബസ് ഏകദേശം പുറപ്പെടാനായിട്ടോ, ബസ്സിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ലൈൻ നിൽക്കുകയാണ്. ഇവിടെ ക്യൂ നിൽക്കുന്നത് നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും ടോപ്പിലെ സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്പൺ കിട്ടിയെങ്കിലേ നമുക്ക് കാഴ്ചയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ കഴിയും. ഇങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. മുഫി ഇതാ ഇരുന്നിട്ടുണ്ട് നമ്മുടെ സൈഡിൽ. സെൻറ്ററായിട്ടാട്ടോ ഇരുന്നത്. ഫസ്റ്റിലിരിക്കുന്നവർക്കും ലാസ്റ്റിലിരിക്കുന്നവർക്കും ഒക്കെ ഇരിക്കാം. നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെൻറ്ററിൽ കയറിയതാണ്. അപ്പം നമ്മളെ ബസ്സിലെ ബാക്ക് സൈഡാണിത്. ഇത് ഫ്രണ്ട് സൈഡാട്ടോ. ഇത് ഫ്രണ്ട് സൈഡാണ്. ബസ് നല്ല നീട്ടുള്ള ബസ്സാണ്. ഒരുപാട് സീറ്റ് ഫ്രണ്ടിലുണ്ട് കേട്ടോ. മേലെയുണ്ട്, താഴെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. 15 സ്റ്റോപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ 35-40 ഒക്കെ ഉള്ള സമയമുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ കുറവായതുകൊണ്ട് ഇവർ സമയം ലേറ്റാക്കി, അതായത് 50 മിനിറ്റ് ഗ്യാപ്പ് ആക്കിയിട്ടുണ്ട്. മറ്റേത് 20 മിനിറ്റ് ഗ്യാപ്പിലാണ്.
അപ്പോൾ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുക, നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട്. സിറ്റിയിലെ പ്രധാനപ്പെട്ട എല്ലാ സംഗതിയും നമ്മൾ കാണുന്നതായിരുന്നു. അടിപൊളിയല്ലേ? ഇതൊക്കെ തണുപ്പാണോ കൊറിയനെ സംബന്ധിച്ചിടത്തോളം? സിറ്റി ഹാളാട്ടോ കഴിഞ്ഞത്. സിറ്റി ഹാൾ നമ്മൾ കണ്ടത്. നല്ല തണുപ്പും കാറ്റുമായിട്ട് വോയിസ് റെഡി ആവുന്നില്ല. അങ്ങനെ നമ്മളിവരെ പഴയ എന്താ പറയുക രാജകൊട്ടാരം പോലെ ഇവരെ ചരിത്രങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി കേട്ടോ. അവിടെ കയറി നമുക്ക് കുറച്ച് ഇതുവരെ മെയിൻ ഭരണസിരാ കേന്ദ്രമാണ് പ്രധാന സിറ്റി ഹാള്. ഇതേപോലെ പഴയ കോട്ടകൾ ചൈനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ തന്നെയാണ് സിറ്റിയിൽ അവരെ മെയിൻ സ്ഥലങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് ഇവരെ ചരിത്രങ്ങളുള്ള കൊറിയൻ്റെ സ്ഥലം. ഇവിടെയാണ് നമ്മൾ ചരിത്രങ്ങൾ നോക്കി കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത്. ആദ്യം ഒന്ന് ഇറങ്ങട്ടെ. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുക കേട്ടോ. ചോങ്വാഡെ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവരെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാൻ. അപ്പോൾ ബസ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബസ് 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരിക. ആ 40 മിനിറ്റ് നമുക്ക് ഇതൊക്കെ കാണാനും പിടിക്കാനൊക്കെ പോകട്ടോ. ഇവരെ മിലിറ്ററി സെക്യൂരിറ്റി ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. കുട്ടികളൊക്കെ ഇങ്ങനെ പായാണ് ഇവിടെ. ഇതേ സിസ്റ്റത്തിലാട്ടോ നമ്മളെ ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാണാറ്. ഇവിടെ ഹെവി സെക്യൂരിറ്റി കേട്ടോ. ഹെവി സെക്യൂരിറ്റിയാണ്. പോലീസ് ബസ്സുകളൊക്കെ കണ്ടങ്ങൾ. ഇവിടെ പ്രസിഡൻഷ്യൽ ഏരിയ ആണ് കൊറിയൻ്റെ. 1948 മുതൽ ഇവിടുത്തെ സൗത്ത് കൊറിയൻ പ്രസിഡൻറ്റുമാർ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലമാണ്. അതിൻ്റെ ചരിത്രങ്ങൾ അങ്ങനെയാണ്. പിന്നെ ബ്ലൂ ഹൗസ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ മേൽക്കൂര നീല കളറിൽ ഉണ്ടാക്കിയതിൻ്റെ പേരിലിട്ട ഒരു ബ്ലൂ ഹൗസ് എന്ന പേരാണ്. ഇവിടെ ചരിത്രങ്ങളും കൊറിയൻ്റെ പ്രസിഡൻറ്റുമാർ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചരിത്രങ്ങളൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. 2009 ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്ന് നൽകിയത്. പ്രസിഡൻഷ്യൽ താമസങ്ങൾ പിന്നെ 2009 മുതൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി. പക്ഷേ ചരിത്രങ്ങളും കാര്യങ്ങളും നിലനിൽക്കുന്നത് ഇവിടെയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഇപ്പം ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തത്. ഇവിടെ ഇതിൻ്റെ മതിൽക്കെട്ടിൻ്റെ നിർമ്മിതി തന്നെ നമ്മൾ ചൈനയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവരെ ആ ഒരു പാരമ്പര്യപരമായ ഇവർ ജപ്പാൻ, ചൈന, തായ്ലൻഡ് എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരെ ഒരു രീതിയാണ് കേട്ടോ. കൊറിയയുടെ പാരമ്പര്യ ഡ്രസ്സാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഇവിടെ വന്നിട്ട് ഇവർ ഇപ്പോഴത്തെ പാരമ്പര്യ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ ഇവരെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഇട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റുകൾ. ഇതാണ് ബ്ലൂ ഹൗസ് എന്നറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇവർ ഓടിന് ആ കളറ് കൊടുത്തത് കൊണ്ട് ബ്ലൂ ഹൗസ് എന്ന് ആണ് വിളിക്കപ്പെടുന്നത്. ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള പഴയ ഈ സംഗതികളാണ് 1948 തുറക്കപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻഷ്യൽ ഏരിയ ആണ് ഈ കാണുന്നത്. ഈ ബ്ലൂ ഹൗസിൻ്റെ ബാക്ക് സൈഡ് കണ്ട നിങ്ങളൊരു വഴികൾ ഇങ്ങനെ മലയിലേക്ക് പോകുന്നത്, അതൊക്കെ പ്രൈവറ്റ് ഏരിയ ആണ്. അവിടെ ഹൈ സെക്യൂരിറ്റിയാണ്. ആർക്കും അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയുന്നതല്ല. മുഫി, ഇതിൻ്റെ വാതിലിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? 1948. അപ്പോൾ എത്ര വർഷമായി? 77 വർഷമായില്ലേ? 77 വർഷമായിട്ടുള്ള ചരിത്രമാണ് ഇതിനുള്ളത്. അത്രയേ ഉള്ളൂ കേട്ടോ. കല്ലുകളൊക്കെ ഒറിജിനൽ കുത്തുപണികളിലാണുള്ളത്.
1948 മുതൽ പ്രസിഡന്റുകൾ നിന്നിരുന്ന സ്ഥലമാണിത്. 1906 പിന്നെ ബ്ലൂ ഹൗസിലേക്ക് അത് മാറി. ആ ബ്ലൂ ഹൗസാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. കൊറിയയിൽ പൊതുവേ ഹൈ സെക്യൂരിറ്റി കേട്ടോ. എവിടെ നോക്കിയാലും പോലീസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ സൗത്ത് കൊറിയയിൽ വളരെ ഡെമോക്രസിയാണ്, വളരെ ഫ്രീഡമാണ് നൽകുന്നത്. ഇവിടെ പോലീസ് സെക്യൂരിറ്റിയിൽ എന്തോ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ ഇവര് അമേരിക്കയൊക്കെ പോലെ തന്നെ അവിടെ ബ്ലോക്ക് ചെയ്ത് അവിടെ ഒരു ഏരിയ തിരിച്ച് അവിടേക്ക് പബ്ലിക്കിനെ സെക്യൂരിറ്റി ആക്കി ന്യൂസ് ചാനൽസും ബാക്കിയുള്ളവരൊക്കെ വന്ന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സിസ്റ്റമാണ് കേട്ടോ. നമ്മളെ നാട് പോലെ തന്നെ, പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. റോഡും ബ്ലോക്ക് ചെയ്യുക, യാത്ര ബ്ലോക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. അവർ പ്രതീക്ഷിച്ചോളുക. നമ്മളെ കൊറിയൻ ഡ്രസ്സുകൾ ടൂറിസ്റ്റുകൾ ഇട്ടിട്ടോ. ഇതാണ് കൊറിയൻ്റെ നാച്ചുറൽ ഡ്രസ്സുകൾ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഡ്രസ്സായ ഡ്രസ്സ് കേട്ടോ ഇത്, കൊറിയൻ ഡ്രസ്സ്, നാച്ചുറൽ ഡ്രസ്സ്. ഹലോ, ഇത് ആണുങ്ങളെ, കൊറിയൻ ആണുങ്ങളെ ഡ്രസ്സാണ് കേട്ടോ. ഹലോ, ഇതാണ് കൊറിയയിലെ ആണുങ്ങളെ ഡ്രസ്സ്. ഇവിടെയാണ് ഇവരെ ഫെസ്റ്റ് നടക്കാറ് കേട്ടോ. ഇവിടെ അന്നത്തെ രാജകാലങ്ങളിലുള്ള സംഗതികൾ നടക്കുന്ന ദിവസങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ദിവസങ്ങൾ അവർ ഇൻഫോം ചെയ്യും. ആ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും കേട്ടോ. ഇത് ശരിക്കും നമ്മളെ ഉത്തര കൊറിയയായിട്ട് വലിയ ദൂരത്തിൻ്റെ വ്യത്യാസങ്ങളില്ല. ആകെ 30 മൈലോ 28 മൈലിട്ട വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ശരിക്ക് തുടക്ക കേന്ദ്രം കേട്ടോ. ഇതൊക്കെ നമ്മളെ പണ്ടത്തെ നമ്മളെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുമ്പുള്ള ആ ഗ്രൗണ്ട് ഏരിയകളായിരിക്കും കേട്ടോ ശരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവരെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്തായിരുന്നു പഴയ വരെ സിസ്റ്റം എന്നുള്ളത്. Ladies and gentlemen, shortly, changing of the Royal Palace Guard ceremony will take place at the Hungnaemun Square after the off-duty gate guard finishes patrol. Please stand behind the line for your safety. A children's viewing area is available. We welcome all children to use it. 各位游客，待巡逻工程周边的当值守护军完成在光华门前的布置后，守门将换岗仪式将于新里门前广场举行。感兴趣的游客请在观览线外观看，并且在新里门前广场特别设置了儿童专属观览区，欢迎各位小朋友观览。ご来場の皆様にご案内申し上げます。まもなく巡回이어서 교대 수목분의 대치가 이어지겠습니다.